നമ്മളങ്ങനെ ബാങ്കോക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ നമ്മൾ രാത്രിയിലത്തെ ഫുഡ് അടിക്കാൻ വേണ്ടി തപ്പാൻ വേണ്ടി പോവുകയാണ്. എവിടെ പോയി കഴിക്കണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. സോ എന്തായാലും പോയി തപ്പിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാണെങ്കിൽ കാണിച്ചാൽ. നമ്മൾ ഒരു നൈറ്റ് മാർക്കറ്റിലേക്കാണ് പോകണത് ഇവിടെയുള്ള. സോ അവിടെ എന്താ സംഭവങ്ങൾ നോക്കിയിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് അടിക്കാൻ ഉദ്ദേശിച്ച പോലെ കടകളൊന്നുമില്ല. സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുള്ള കടകളേ ഉള്ളൂ. നിറച്ച് തിരക്കും വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും നിറച്ച് പബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ചേർന്ന് നമുക്ക് ക്രിസ്മസ് വൈബ്. ഇവിടെയും പബ്ബാണ്. പിന്നെ ഇപ്പുറ സൈഡിലും ഫുള്ള് പബ്ബുകളാണ് ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി കുറേ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെയുള്ള സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഫുഡ് അടിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ടുള്ളത്. എവിടെയാണ് നിർത്തണേന്നുമ്പോൾ ഏത് കടയാണെന്നുള്ളത് കാണിച്ചു തരാം ഗൈസ്. അതായത് നമുക്കൊരു ഫുഡ് കോർട്ട് സെറ്റപ്പ് ഉണ്ട് ഗൈസ്, നിറച്ച് കടകളായിട്ട്. സോ നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ സൈഡിലുള്ളൊരു കടയുടെ അവിടത്തേക്കാണ് കയറിയേക്കണത്. ഓർഡർ പറഞ്ഞിട്ടുണ്ട്, ഇനി വരുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് ഗൈസ്. ഡേ അവിടെ ഇരിക്കുന്നത് പോർക്ക് റിബൻ്റെ ഒരു മല പോലെ ഇരിക്കുന്നുണ്ട്. ഈ കടയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് ഗൈസ്. നല്ല അടിപൊളി പോർക്കിൻ്റെ റിബാണോ എന്തിൻ്റെ റിബാണാവോ? നല്ല അടിപൊളി റിബായിണ്ട്. കട്ട് ചെയ്തിട്ടുണ്ടോ? ഇത് ഈ റിബിനൊന്നും പറഞ്ഞില്ല, ഒറിജിനൽ റിബ് മാത്രം എഴുതിയിട്ടുണ്ടായുള്ളൂ. എന്തായാലും കഴിക്കുമ്പോൾ അറിയാം ഗൈസ്. നമ്മുടെ അടുത്ത സാധനം വന്നിട്ടുണ്ട്, ബീഫ് പോട്ട് സൂപ്പ്. നമുക്ക് കവറൊക്കെ വന്നിട്ട് കഴിഞ്ഞ ആവാണ്ടിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പോർക്ക് റിബാണ്. നമ്മുടെ അടുത്ത സാധനം എത്തിയിട്ടുണ്ട്, നല്ല അടിപൊളി സ്റ്റീംഡ് ഫിഷ്. അതിൻ്റെ സൂപ്പ് സീനാണ് ഗൈസ്. ഭയങ്കര ഇഞ്ചിയൊക്കെ ഇട്ട് ഈ കിടക്കുന്ന സാധനമൊക്കെ ഇഞ്ചിയാണ് ഗൈസ്. ഇതൊക്കെ ഇഞ്ചിയാണ്. നൂഡിൽസാണെന്ന് വിചാരിക്കും, പക്ഷേ ഇഞ്ചിയാണ്. ഉള്ളിലാണ് നമ്മുടെ ഫിഷ് ഉള്ളത്. സോ അതും കഴിക്കട്ടെ ഗൈസ്. ഇതാണ് ഫുഡ് മാർക്കറ്റ്. കണ്ടു. ഓ എനിക്ക് വേണ്ട. 300 മൂന്നാണ് 100. നട്ടം പറയാം ഗൈസ്. നമ്മൾ ബ്രൗണീസ് മേടിക്കാൻ പോകുന്നു. ഇവിടെ റോഡ്സ് ആൻറ്റിക് ബൈ ആൻഡ് സെൽ വിൻറ്റേജ് ആൻറ്റിക്കിൽ നോക്കിയേ കിടക്കണ കിടപ്പ് കണ്ടോ? ഇതിൻ്റെ പേരെന്തായിരുന്നോടാ? ഷെവർലയുടെ ഏതോ വണ്ടിയായിരുന്നു. ഇത് മറ്റേ വണ്ടി, അത് മറ്റേ നമ്മളെ വോൾക്സ് വാഗണിൻ്റെ മറ്റേ മിനി വാൻ. പിന്നെ ഇത് ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ, ബാക്ക് ഓപ്പൺ ടൈപ്പ്. ഗൈസ് ഇവിടുത്തെ ആൻറ്റിക് കളക്ഷൻ വണ്ടികൾ നോക്കിയേ. ഹാർലി ഡേവിഡ്സൻ്റെ ഒക്കെ പഴയ മോഡൽ വണ്ടികൾ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട സെറ്റ് ഒരു രക്ഷയില്ല. ഡീസൽ എഞ്ചിൻ വരെ ഉണ്ട്. ട്രയംഫിൻ്റെ പഴയ ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും. പിന്നെ അത് ഇതിൻ്റെ പേരെന്താന്ന് മറന്നുപോയി. അംബ്രല്ല എന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വണ്ടി വരെയുണ്ട് കേസ് ഇവിടെ. പക്ഷെ കളർ വേറെ ഒന്നുള്ളൂ. മിനി 1275 GT സെറ്റായി കിടക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഇത് നല്ല വൈബ് സ്ഥലമാണ് കേസ്. ഇവിടുത്തെ ഇതിൻ്റെ വേറൊരു ഇത് കിടപ്പുണ്ട്. ഇത് മറ്റേ വോൾക്സ് വാഗണിൻ്റെ ബീറ്റിൻ്റെ തന്നെ പഴയ മോഡല് രണ്ടെണ്ണം കണ്ട. പിന്നെ ഇവിടെ മുകളിൽ പഴയ സ്കൂട്ടറുകളൊക്കെ ഇരിപ്പുണ്ട്. ഇത് പഴയതല്ല, ഇത് പുതിയതാണ്.